നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്നോട് എന്തിനാ മാപ്പ് പറയുന്നേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നേ. അതുകൊണ്ട് എന്റെ മോന് ഒരു വിഷമവും വേണ്ട, ഒരു സോറിയും പറയണ്ട. അമ്മേ, ഞാൻ കുറച്ചേരം അമ്മയുടെ മടി കിടക്കട്ടെ. ഇനി കഴിഞ്ഞതൊന്നും ഓർത്തു മോൻ വിഷമിക്കണ്ട. കാറിൽ വെച്ച് നിനക്ക് തലവേദന വന്നത് ഓർമ്മയില്ലേ? വേണ്ടാത്തതൊക്കെ മറക്കാനാ ദൈവം മനുഷ്യന് മറവി തന്നത്. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ. ആന്റിക് വളയില്ലേ, വന്നാലോടെ നമ്മള് സ്മൃതിക്ക് പ്രസന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചല്ലേ, ഞാനത് മറന്നു. ഇങ്ങനെ കഴിഞ്ഞ ദിവസം എന്റെ മടിയിൽ കിടന്ന നീ മാലാഖയെ സ്വപ്നം കണ്ടു. വളയെടുത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് മാലാഖയെന്ന് വിളിച്ചു. ചില ഓർമ്മകൾ മറക്കാനും പാടില്ല. മൂന്ന് ദിവസമായല്ലോ താൻ ഓഫീസിൽ വന്നിട്ട്. എന്തു പറ്റി? സർ, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്വർണ്ണമ്മയ്ക്ക് കൊടുക്കാനുള്ള പൈസയെ പറ്റി? അവരെ മോനും കൂടി വീട്ടിൽ വന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒന്നുകിൽ പൈസ തീർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ദേവികേച്ചി അവരുടെ മോനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന്. ആ, അത് കൊള്ളാലോ. എനിക്കറിയാം രാമോദരനെ, ആളൊരു ഗജ ഫ്രോഡാ. വെറുതെ ഒന്ന് തല വെച്ചെടുക്കരുത്. ഇല്ല സർ, പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞു. വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് ഇടപെട്ട് പ്രമാണമൊക്കെ തിരിച്ചു വാങ്ങി തന്നു. വീട് വെച്ച് സ്വർണ്ണമ്മയുടെ കടം തീർക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഓ, അത്രയ്ക്ക് രൂക്ഷമാണല്ലേ പ്രശ്നം? വീട് വിൽക്കാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? 5 രൂപ പലിശയാ. മാസം പലിശ കൊടുക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാ. ഞങ്ങള് വന്നത് തന്നെ സാറിന്റെ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങളുടെ ആ വീട് വെക്കാൻ സാർ ഞങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യണം. എന്നെ കൊണ്ട് തന്നെ ദ്രോഹം ചെയ്യിപ്പിക്കണോ? ഹിൽ ടോപ്പിലല്ലേ ആ വീട്? മേഘമല മൊത്തത്തിൽ അവിടെ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. പിന്നെ അടുത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ? എന്റെ ഓർമ്മയിൽ ആ വീടൊക്കെ ഉണ്ട്. അച്ഛൻ ആശിച്ചു വെച്ച വീടാ. കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റിയില്ലെങ്കിലും അച്ഛനെ അടക്കിയ മണ്ണത്. അത് വിട്ടുപോകാൻ മനസ്സുണ്ടായിട്ടൊന്നുമല്ല. എനിക്കറിയാം, കാര്യങ്ങളൊക്കെ ഗോപിക പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ ഉറപ്പ് തരാം, എനിക്ക് ഒരു ലാഭവും വേണ്ട. മാക്സിമം വിലയിട്ട് ഞാനിത് എടുത്തോളാം. മറിച്ചു വയ്ക്കാനൊന്നുമല്ല കേട്ടോ, തൽക്കാലം നിങ്ങളെ സഹായിക്കാം, അതാ എന്റെ ലക്ഷ്യം. താങ്ക് യു സർ. ഏതായാലും ഡോക്യുമെന്റ്സ് ഒക്കെ കൈ കിട്ടിയെന്നല്ലേ പറഞ്ഞത്? ഗോപിക അതും കൊണ്ടുപോവാ. എത്രയും പെട്ടെന്ന് അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പോ തൽക്കാലം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടോ? ഒന്നും വേണ്ട സർ, ഇതന്നെ വലിയ സഹായ. ഗോപിക പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് നടക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സർ. വീട് വിറ്റിട്ട് എങ്ങോട്ട് പോകാനാ നിങ്ങളുടെ പരിപാടി? ഒന്നും തീരുമാനമായിട്ടില്ല. താങ്ക് യു സർ, ഞങ്ങളെന്ന് ഇറങ്ങിക്കോട്ടെ. ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.